പൊട്ടിച്ച് അടങ്ങൂന്നുള്ള ഭാവ. എങ്കിൽ പിന്നെ അവനെ കണ്ടിട്ടല്ലേ. കല്യാണം കഴിക്കാത്തതിന്റെ ഫ്രസ്ട്രേഷനും കാണും. എന്ന് തിരിഞ്ഞാലും നല്ല കരുക്ക് പരുവത്തിലുള്ള പെൺപിള്ളേര്. പക്ഷെ എന്ത് ചെയ്യാൻ, സാറായി പോയില്ലേ. എങ്കിലാ കാര്യം പറഞ്ഞു പറയട്ടെ, ആള് ഹാൻസം ഒക്കെ തന്നെയാ. I don't mind loving him. Oh, that's something great of you. Even I don't mind to love him. And me too. എങ്കിൽ election വേണ്ടി വരും. You come with me. You alone. വേണ്ട സർ, ഞാനിവിടെ നിന്നോളാം. ഇരിക്കൂ. നന്നായിട്ടുണ്ട്. എന്ത് സർ? അല്ല, മൊത്തത്തിൽ നന്നായിട്ടുണ്ട്. കുറേശ്ശെ മീശ മുടക്കുന്നുണ്ടോ? എന്റെ ഡാഡിക്ക് നല്ല മീശയുണ്ട് സർ. ഓഹോ, ഈ ഡാഡിയുടെ കയ്യിൽ കോടി എത്ര കാണും? കോടിയോ? തന്റെ മമ്മി പതിവായി സ്ലീവ്ലെസ് ആണോ ധരിക്കാറ്? സാർ എന്തൊക്കെയാ പറയുന്നേ? അല്ല, തന്നെ പോലുള്ള അമുൽ ബേബികൾക്ക് കൊഞ്ചിക്കാൻ ഒരു സ്ലീവ്ലെസ് മമ്മിയും കയറൂരിവിടാൻ കോടികൾ കൈവശമുള്ള ഒരു ഡാഡിയും കാണും. അതുകൊണ്ട് ചോദിച്ചാ. സാർ ഒരു കമ്മ്യൂണിസ്റ്റ് ആണോ? ഞാൻ എന്തിഷ്ടോ ആവട്ടെ. ഇയാളെന്താ ഹൃദ്രോഗത്തെ പറ്റി റിസർച്ച് വല്ല നടത്തുന്നുണ്ടോ? ഇല്ല സർ. പിന്നെ സെൻസ് ഓഫ് ഹ്യൂമർ ഇല്ലാത്തവർക്കൊക്കെ ഹൃദ്രോഗം വരുന്ന ഏത് പുസ്തകത്തിലാണ് വായിച്ചത്? ഓ അതോ, അത് പണ്ഡിറ്റ്ജിയുടെ ഡിസ്കവറി ഓഫ് ഇന്ത്യ, ആ പുസ്തകത്തിൽ വായിച്ചതാ. പക്ഷേ ആനയെ തോട്ടി കൊണ്ട് നിയന്ത്രിക്കാം, കാളയ്ക്കും പോത്തിനും കുതിരയ്ക്കും ചാട്ട. എന്നാൽ വിഡ്ഢികളെ നിയന്ത്രിക്കാൻ ഇതുവരെ ഉപകരണങ്ങളൊന്നും കണ്ടുപിടിച്ചിട്ടില്ല. പക്ഷേ എനിക്കൊരു വിദ്യ അറിയാം. ഈ ജോലി കിട്ടുന്നവരെ ഞാൻ എന്റെ പാടത്തും പറമ്പിലും ഒക്കെ കിളയ്ക്കുമായിരുന്നു. ഈ തഴമ്പുണ്ടോ? ഇതുകൊണ്ട് നീണ്ടു നിവർന്നൊന്ന് പൊട്ടി തന്നാലുണ്ടല്ലോ, ഈ കണ്ണും മൂക്കും പല്ലും ഒക്കെ പിന്നെ വേർതിരിച്ചെടുക്കാൻ വലിയ പാടായിരിക്കും. മനസ്സിലായോ? നീ പറഞ്ഞാ ശരി. അങ്ങേറെ അസുഖം അത് തന്നെ. എന്താ ഉണ്ടായത്? ക്ലാസ്സിൽ വെച്ച് ഞാൻ അങ്ങേരുടെ മുഖത്ത് നോക്കാൻ പാടില്ലെന്ന്. അതെന്താ? കോൺസെൻട്രേഷൻ നഷ്ടപ്പെടുന്നത്ര. അയ്യോ, മുന്നിൽ പിടിച്ചിരുത്തിതേ ഇങ്ങനെ കുറേ നേരം എന്റെ മുഖത്തേക്ക് ഒരു നോട്ടം. ആദ്യമൊന്നും ഞാൻ ഗൗരവം വിട്ടില്ല. പിന്നെ മൂപ്പർ ഉള്ളിൽ പറയാൻ വേണ്ടി ഞാനൊന്ന് സോഫ്റ്റ് ആയി കൊടുത്തു. എന്നിട്ട് നോട്ടം മുഖത്ത് നിന്ന് താഴോട്ട് മെല്ലെ നീങ്ങും. അഗൈൻ ബോട്ടം ടു ദ ടോപ്പ്. അത്രയും വരെത്തിപ്പോ ഞാനൊന്ന് ഇളകി. ഒരു പുരുഷൻ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുമ്പോ നമ്മൾ പെണ്ണുങ്ങളുടെ കെമിസ്ട്രിയിലുള്ള ഒരു ഞാനങ്ങ് ലഗ്നാവതിയായി. അപ്പൊ പറയാ, എന്റെ കണ്ണും മൂക്കും പല്ലും ഒക്കെ കാണാൻ നല്ല ഭംഗിയാണെന്ന്. അത് മാത്രം അങ്ങനെ പറയത്തില്ല. അത്രയ്ക്ക് മണ്ടനൊന്നും അല്ല സാറ്. എന്റെ അമ്മയാണ് സത്യം. ഞാൻ പറയിപ്പിച്ചാലോ? നോക്കിക്കോ, ഇനിയുള്ള എന്റെ ദിവസങ്ങൾ അതിനു വേണ്ടിയുള്ളതാണ്. ഞാൻ നിന്നെ പ്രേമിക്കുന്നു കുട്ടി എന്ന് പറയിച്ച് ടിപ്പേ നിങ്ങളെ ഞാൻ കേൾപ്പിക്കും. പോരെ? അപ്പൊ ഇവിടുന്ന് ഒരു ലവ് സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുന്നു.